ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് DIY മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും പറ്റിയ 2 ടൈപ്പ് മോയ്സ്ചറൈസർ നമുക്കിന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓയിലി സ്കിന്നാർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കണ്ടെയ്നറിൽ 1 ടേബിൾ സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ട് കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഓയിൽ ഫുള്ളായിട്ട് അതിൽ നിന്ന് ഇജക്റ്റ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റും. ഇനി നമുക്ക് അതിലേക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കണം. ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ അലോവേര ജെൽ എത്രത്തോളമാണോ എടുത്തത് അതിൻ്റെ പകുതി എമൗണ്ട് വേണം ഗ്ലിസറിൻ ചേർക്കാൻ. അതായത് നമ്മൾ 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് ആഡ് ചെയ്തത്. അപ്പോൾ പകുതി ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഇത്രയൊക്കെയാണ് ഹോം മെയ്ഡ് മോയ്സ്ചറൈസർ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരു 30 ദിവസത്തോളമൊക്കെ ഇത് നമുക്ക് പുറത്ത് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിൽ വെക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കണ്ടെയ്നർ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറിൽ ഒട്ടും ഈർപ്പുണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ കൈ കൊണ്ട് ഡയറക്റ്റായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ തന്നെ നമുക്ക് ഇത് കുറേ നാളിങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വയ്ക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ബൾക്കായിട്ട്, ഇപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ, അപ്പോൾ ബൾക്കായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ സ്കിന്ന് ഓയിലി ആക്കാതെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും സോഫ്റ്റ്, സ്മൂത്ത്, സപ്പിൾ ആൻഡ് ഹൈഡ്രേറ്റ് ആക്കാനും പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണിത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർ ഇത് ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ മോയ്സ്ചറൈസർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കണ്ടെയ്നറിൽ 1 ടേബിൾ സ്പൂൺ അലോവേര ജെൽ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. എത്രത്തോളമാണോ അലോവേര ജെൽ എടുത്തത് അതിൻ്റെ പകുതി എമൗണ്ട് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യണം. ഇനി 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാം. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ മാറ്റി ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ നല്ലതാണ്. പിന്നെ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് ഈ മോയ്സ്ചറൈസർ. അപ്പോൾ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ രാത്രി വേണമെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് ക്രീം പോലെ ഇത് അപ്ലൈ ചെയ്യാം, വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഈ 2 മോയ്സ്ചറൈസറിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതാണ്. ഈ മോയ്സ്ചറൈസർ നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഫേസ് പാക്ക്, ഫേസ് മാസ്ക്, അല്ലെങ്കിൽ ഒരു ക്ലീനപ്പ്, അല്ലെങ്കിൽ പോട്ടെ ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. എന്നിട്ട് ഫേസിൽ അങ്ങനെ തന്നെ വെക്കുക. നൈറ്റ് ക്രീം ആണെങ്കിൽ രാത്രി ഫുള്ള് ഫേസിൽ വെക്കുക, രാവിലെ വാഷ് ചെയ്ത് കളയാം. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.